ഹായ് ഗൈസ്, ഞങ്ങൾ പേരൻറ്ഹുഡ് ഇപ്പോൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോയിൽ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഒരു കുഞ്ഞിനെ നോക്കാൻ പാടുപെടുമ്പോൾ നിങ്ങൾ എങ്ങനെ 4 പേരെ നോക്കുന്നെന്ന്. ഒരു ക്വാഡ്സ് വീട്ടിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നും ഫുഡും ഉറക്കവുമെല്ലാം ഒരു റൊട്ടീൻ വെച്ചായിരിക്കുമെന്നും ഒരു കുഞ്ഞുള്ളവർക്ക് പലപ്പോഴും അങ്ങനെ ഒരു കർശനമായ റൊട്ടീൻ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്ട്രാ എനർജി എടുക്കേണ്ടി വരും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ക്വാഡ്രപ്ലെറ്റ്സിൻ്റെ ഡേ ഇൻ അവർ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 പേര് ഈ സമയത്ത് എഴുന്നേറ്റ് കിടക്കുന്നതാണ്. നമുക്ക് നോക്കാം, ആരെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടോ അതോ ഉറക്കാണോ നമുക്ക് നോക്കാം. എല്ലാവരും ഉറക്കാണ്. ഇവിടെ എത്ര എഴുന്നേറ്റ് കിടക്കുകയാണ്. ഇവിടെ ഒരാൾ എഴുന്നേക്കാൻ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ്. ഉറങ്ങിയായിരുന്നു. മിക്കവാറും നോറയുടെ അടുത്ത് നമ്മുടെ ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവളിപ്പോൾ കരയാൻ തുടങ്ങും. നമുക്ക് നോക്കാം. ചേച്ചി, പാലൊക്കെ കുച്ചായിരുന്നോ രാത്രി? രാത്രി പാലൊക്കെ കുച്ചായിരുന്നോ? ഇവർ വിളിച്ചതിനെപ്പറ്റി മേടിച്ച് കുടിച്ചായിരുന്നോ പാല്? എന്നെ എസ്രാമോളാണ് ഇത്. നമ്മുടെ പ്ലേ പെന്നിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കിടന്ന് ഒരു 6:30 വരെ കിടന്ന് കളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കം പിന്നെ തുടങ്ങുള്ളൂ. ഇപ്പം നിലവിൽ 2 പേരോട് എഴുന്നേറ്റ് ഹാളിൽ കിടപ്പുണ്ട്. ഉണ്ടായിരുന്നില്ല നേരത്തെ വീഡിയോയിൽ. അവരും കുറച്ച് കളിച്ച് ഒരു 6 മണി 6:30 ആകുമ്പോൾ വീണ്ടും അവർ കിടക്കുന്നതാണ്. പെണ്ണ് ശരിക്കും എക്സൈറ്റഡാണ്. രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണമൊക്കെ മാറി ഇപ്പോഴേ കളി തുടങ്ങിയിട്ടുണ്ട്. സാമുവിൻ്റെ പരിപാടിയാണ്. സാമു ഇതെല്ലാം രാവിലെ ഇരുന്ന് അടിച്ചാണ് എൻ്റെ പരിപാടി. എല്ലാവർക്കും ഓരോ കളിപ്പാട്ടം അത്യാവശ്യം മതി. എല്ലാം ഇങ്ങനെ നേരത്തിടാൻ പറ്റില്ല. നമ്മളിപ്പം ഞാൻ എക്സെല്ലാപ്രോ സ്റ്റേജ് 2 ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് ഒരു പാക്കറ്റിലാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം പഴയ നാനിൻ്റെ ടിന്നുണ്ട്, അതിലേക്ക് നമ്മളിത് പൊട്ടിച്ച് രാവിലെ ഇട്ട് വെക്കും. എന്നാലും ഇവർക്ക് സമയമാകുമ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റും. രാത്രി നിറച്ച് വെക്കും, രാവിലെ നമ്മൾ തീർന്നിട്ടുണ്ടാവും. നമ്മൾ പിന്നെ രാവിലെ പിന്നെ ഇത് ഫില്ല് ചെയ്യുക. ഇത് കഴിയുമ്പോൾ ഇവർക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. ഇത് എന്താ ഇത് കാറ്റാടി പറിച്ച് കയ്യിലെടുത്തോ? ആഹാ 4 പേർക്ക് നമുക്ക് വൈറ്റമിൻ D3 കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ രാവിലെ വൈറ്റമിൻ D3 കൊടുക്കും കേട്ടോ. ഇഷ്ടമൊക്കെ കുടിക്കാൻ, പക്ഷെ കരച്ചിലുണ്ടാവും. ക്രോണോഫോറോണുണ്ട്, അയണിൻ്റെ ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പം രാവിലെ തുടങ്ങിയാൽ രാത്രിക്കുള്ള ഫീഡ് അടുത്ത ആൾ കൊടുക്കണ്ടേ? വെച്ചോടെ കിടന്നേ, കിടന്ന് കളിച്ച് മരുന്ന് കുടിക്കാനായപ്പോൾ തന്നെ തിന്നുന്നു. ഇവിടെ പാടല്ല, മരുന്നവിടെ തരാമോ കേട്ടോ? സാമിന് നമ്മൾ പാമ്പറല്ല വിരിയിച്ചേക്കുന്നത്.
അതുകൊണ്ട് എപ്പോൾ വേണേലും പണി തരാൻ ചാൻസ് ഉണ്ട്. കളിപ്പാട്ടം മാറ്റിക്കേ. മരുന്ന് കുടിച്ചിട്ട് നമുക്ക് കളിക്കാവേ. ഇച്ചിരി മൽപ്പിടുത്തമുണ്ട് മരുന്ന് കുടിക്കാനുകൊണ്ട് നമ്മൾ ഒപ്പം 1, 2, 3, 4, 5 ഡ്രോപ്സാണ്. കളിക്കാവേ. ഞാൻ കലക്കുന്ന നല്ല ചൂട് വെള്ളത്തിലാണ്. അപ്പോൾ ഈ ചൂട് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം ആദ്യം ഞാൻ ഈ പ്ലാസ്റ്റിക്കിൽ പകുതി ഫില്ല് ചെയ്ത് വെക്കും. ബാക്കി ഞാൻ ഇവിടെ താഴെ പോയിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഒഴിക്കാം. അപ്പോൾ കറക്റ്റ് ചൂടാവും. പിന്നെ വേറൊരു വലിയ ടാസ്ക് ഉണ്ട്. രാവിലെ ഇവര് പാൽ കുടിച്ച സമയം എഴുതണേ. ഇപ്പം എസ്രക്കുട്ടി ഒരു 6:30 സമയത്ത് പാൽ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ എഴുതി. അങ്ങനെ നമ്മളെല്ലാവരുടെയും ടൈം എഴുതി വെക്കും. കാരണം നമുക്കറിയില്ല ഇവരെപ്പോഴാണ് പാൽ കുടിച്ച്, ആർക്കൊക്കെ പാൽ വേണം. പിന്നെയുണ്ട് രാവിലെ നമ്മുടെ മെയിൻ ഒരു സാധനമാണ്. ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്കിതില്ലാതെ പറ്റില്ല. കാരണം ഒരു ദിവസം ഒരാൾ മോശം പോയാൽ നമുക്കത് നോട്ട് ചെയ്തേ പറ്റൂ. അപ്പം നമ്മളിങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ ഈ മാസം 1-ാം തീയതി തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 20-ാം തീയതി രാവിലെ നമ്മുടെ സാമു പണി പറ്റിച്ച് സാമിനൊരു ടിക്ക് കൊടുത്തു. പിന്നെ നോറ, എസ്ര, നോഹ ഇവർ രാവിലെ മോശം പോയിട്ടില്ല. അപ്പോൾ അവർ പോകുന്ന സമയത്ത് നമ്മളിത് ടിക്ക് ചെയ്യും. വെള്ളം തിളപ്പിക്കാൻ രാവിലെ തളർത്ത് കൊണ്ടുപോകും കേട്ടോ. വെള്ളം കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പോകാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസറാണ്. ഈ സ്റ്റെറിലൈസറിനകത്ത് രാവിലത്തെ പാൽ കുടിച്ചതെല്ലാം നമ്മുടെ ബോട്ടിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. ഞാനിത് ഇനി അടുത്ത പാൽകൂടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് എങ്ങനെ ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നതൊക്കെ. ഇനി നമുക്ക് വേറൊരു വലിയ ടാസ്ക്കാണ് കളിപ്പാട്ടങ്ങൾ പിറക്കിയിടണം. കളിപ്പാട്ടങ്ങൾ പിറക്കിയിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വേണം രാവിലെ ഇവർക്ക് കൊടുക്കാൻ. നിങ്ങളെപ്പോഴും ഈ കളിപ്പാട്ടം വായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതെല്ലാം കഴുകിക്കൊണ്ട് വന്നാൽ ഇതിൽ ഒരെണ്ണം മതി 4 പേർ. അല്ലേ സാമു? ഇതിപ്പോൾ വേണം. അത് അമ്മ ഇത് കഴുകിയിട്ട് വന്നിട്ട് തരിപ്പോൾ കുറച്ച് പിടിച്ചു കേട്ടോ. പിന്നെ മുട്ടയ്ക്ക് തന്നെ വേണം. മുട്ട ഇനി കൊണ്ടൊക്കെ കളിച്ച് നമ്മുടെ ഈ കളിപ്പാട്ടം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് രാവിലെ. ഇവരുടെ കുളിപ്പിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ വെച്ചാൽ എൻ്റെ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അവിടെ എല്ലാം വെള്ളമാവും. ഒരു കുറച്ച് നേരമെങ്കിലും ഇതിങ്ങനെ ഞങ്ങൾ ഇട്ടിരിക്കുവേ. നല്ല രീതിയിൽ ഇതൊന്ന് ചൂടായി. എന്നിട്ട് പിന്നെ നമ്മളിത് കൈ കൊണ്ട് ഓരോന്നോരോന്നെടുത്ത് കഴുകിയെടുക്കും. അതിലിരിക്കട്ടെ. അയ്യോ പിടി. രാവിലെ 4 പേരെ കുളിപ്പിക്കാനുള്ള ഡ്രസ്സ് എടുത്തേക്കുവാണ് ഇപ്പം നമ്മൾ. ഡ്രസ്സും പിന്നെ അവരെ കുളിപ്പിക്കുന്നിടത്തൊരു ഷീറ്റുണ്ട്. പിന്നെ അവർക്ക് തോർത്താനുള്ള ടവലുണ്ട്. ഇത് നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം സാമൂനെയാണ് കുളിപ്പിക്കുന്നത്. സാമുക്കുട്ടൻ കുളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാട്ടോ. വെള്ളത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമാണ് സാമുവിന്. എടാ സാമുക്കുട്ടാ. സാമുവിൻ്റെ കുളി കഴിഞ്ഞു. സാമുദ ദേഹമൊക്കെ തുടയ്ക്കാൻ പോവാണേ. സാമുവിൻ്റെ മുട്ടത്തല തുടച്ചെടുത്ത്. ഇപ്പം മുടിയില്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ട്. പെട്ടെന്ന് തൂത്തെടുക്കാൻ എളുപ്പമുണ്ട്. സാമു നമുക്ക് പുത്തനുടുപ്പിടണ്ടേ? കുട്ടാത്തെ കുളിപ്പിക്കാൻ പോവാം, ഉറക്കാൻ പോവാം. ആള് ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് ഉറങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ കുളി കഴിഞ്ഞു. പിന്നെ ഇത് പാൽ കൊടുത്തിട്ട് നേരെ ഉറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ ഉറക്കാൻ പറ്റില്ല കേട്ടോ. മാവ് മാറണ്ടേ? കുറ്റപ്പൻ്റെ മാവ് മാറണ്ടേ? കുട്ടപ്പൻ്റെ മാവ് മാറണ്ടേ? ആൻറ്റിബയോട്ടിക് കഴിക്കാവേ. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. പാലും കുച്ചിട്ട് ഉറങ്ങാം. എന്നാണ് പാലും കുച്ചിട്ട് ഉറങ്ങാം. ഇതൊന്നുമല്ല, ചെറിയൊരു ഇൻഫെക്ഷൻ ഇപ്പം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ. ഇന്ന് രാവിലത്തെ
അപ്പോൾ ആൾക്ക് അതിൻ്റെ കൂടെ പാമ്പർ റാഷും കൂടെ വന്നു. അതാണ് നമ്മൾ പാമ്പർ മാറ്റി ഇപ്പോൾ തുണിയിലാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇത് ഇന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോഴ്സ് കഴിയും. അപ്പം നമുക്കത് കൊടുത്തേക്കാം. അവിടെ കൊടുത്തിട്ട് കൊച്ചിനെ കൊടുക്കാം കേട്ടോ. അല്ല, കൊച്ചിന് മരുന്ന് കൊടുക്കാൻ ഞാൻ പിടിക്കണ്ടേ? വേണം വേണം. നോപ്പാ നമ്മുടെ സാമു കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. അടുത്ത കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് നോഹപ്പൻ. കുളിച്ചിട്ട് പാല് കൊടുക്കണോ പാല് കൊടുത്തിട്ട് കുളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. നമുക്ക് പാല് കൊടുത്തിട്ട് കുളിപ്പിക്കുന്നതായിരിക്കും ശരി. അല്ല, ഇവനൊരു കൺഫ്യൂഷൻ, ആലോചനയില്ല, എന്തോ ആലോചനയില്ല. ക്ഷീണമാണെന്ന് തോന്നുന്നു, ക്ഷീണമാണെന്ന് തോന്നുന്നു. അമ്മ നോക്കുട്ടിനെ കളിപ്പിക്കുകയാണ്. ഒട്ടും മരിക്കാൻ പറ്റാതെ നോറേനെ അമ്മയാണ് മരിക്കുന്നത്. അമ്മ ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കളിച്ചേ, ഒന്നുകൂടെ കളിച്ച്. നോഹപ്പൻ്റെ കൂടെ കഴിയാറായിട്ടുണ്ട്. അവിടെ ഇച്ചാന് കളിപ്പാട്ടങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത് പെറുക്കിയിട്ടുകൊണ്ടിരിക്കുന്ന സീനാണത്. ഇവിടെ ഒരാൾ കുളി കഴിഞ്ഞ് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഭൂമിയെ തോർത്താൻ കിടത്തുന്ന കിടപ്പ് കണ്ടു. പറക്കാൻ നിൽക്കുന്ന പോലെയാണ്. പാല് കുടിച്ച് ഗ്യാസും പോയിട്ട് അതിനെ ഉറക്കാൻ പോയിട്ട് അമ്മ ഉറക്കി കിടത്തി. നമുക്ക് ഇങ്ങോട്ടേക്ക് കിടത്താം. ഇവിടെ ഒരാൾ കണ്ണകത്തോളം കളിച്ചിരിപ്പുണ്ട്. നോർമൽ കുടിച്ച് കഴിയുമ്പോൾ അവർക്ക് പാല് സെറ്റായിട്ടാണ് വന്നാണ് പാലെടുക്കുന്നത്. നമ്മൾ നേരത്തെ എന്തിനാണ് ഇത് പൊട്ടിച്ചിട്ടതെന്നുള്ളതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ സ്കൂപ്പ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ടിന്നാകുമ്പോൾ നമുക്കത് എളുപ്പമുണ്ട്. ചെറു ചൂടുവെള്ളത്തിലാണ് ഈ പൊടി കലക്കുന്നത്. ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പാല് മേടിച്ചു കുടിക്കുകയാണ്. എനിക്കിങ്ങ് തന്നോന്നും പറഞ്ഞാണ് മേടിക്കുന്നത്. ആൾക്ക് വിഷം കൂടി പോയി. ഞാൻ പിടിച്ചോളാം. വിശപ്പ് കൂടിപ്പോയി പിന്നെ അഭിപ്രായങ്ങളൊക്കെ കാണിക്കും. ക്യാമറ നോക്കണ്ട മോളു. മോള് മാമൻ കുടിച്ചോ? പപ്പായ കുപ്പിയെ പിടിപ്പിക്കാൻ സമ്മതിക്കില്ല. ആൾക്കത് തന്നെ പിടിച്ചു കുടിക്കണം. സാമു കുടിച്ചോ അമ്മേ? സാമു പാല് കുടിക്കാൻ മടിയാണ്. അപ്പം ഞാൻ തന്നെ ഒന്ന് മേടിച്ചു കൊടുത്ത് നോക്കാം. കൊടുക്കാൻ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാനവിടെ പാല് കൊടുക്കാൻ പോയിട്ട് ഇവന് ഇച്ചാൻ പാല് കൊടുക്കാനിരുന്നു. അവന് എന്തെങ്കിലും ഒരു ചെറിയ ശ്രദ്ധ മാറിയാൽ പിന്നെ കുടിക്കില്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുമ്പോൾ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ കൊടുത്തത് അങ്ങോട്ട് ഓക്കെ ആയില്ലെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവനിപ്പം പാല് ചൂടാക്കി കൊടുത്തപ്പോൾ അവൻ മൊത്തം കുടിച്ചിട്ടുണ്ട്. വെച്ചത് ഇപ്പൊ ഇച്ചാൻ കാണിച്ചു തരും. നീ ഇവക്ക് കൊടുക്കണ ഇച്ചാൻ ഡാൻസ് ഒക്കെ ചെയ്യും. ഡാൻസ് ചെയ്താൽ മാത്രമേ കുടിക്കൂ. കണ്ടോണം, ആളെ കുഞ്ഞാണെങ്കിൽ ഇച്ചാനേക്കാളും ബലമുണ്ട്. കണ്ടോ, അവിടെ പോലും ഇച്ചാന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു കാവടിയൊക്കെ നടക്കണം. അവിടെ ഗ്യാസ് ഒന്ന് കൊട്ടി നോക്കാം.
ഇവരെ പാല് കൊടുത്ത് ഉറക്കി കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് ഇത് ആ ഒരു ടൈം ടേബിൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി പാടാം. നമുക്കൊരു ഗ്യാസ് പോയി. ഞാൻ തന്നെ മോതിരച്ചോളാന്ന് പറഞ്ഞ പേപ്പർ പെണ്ണായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നേ അർജന്റീന തോറ്റേ. കൊച്ചു മിടുക്കനാട്ടോ. ബോട്ടിൽ ഫുള്ള് മിടുക്കനാണേ. ഈ പപ്പ കൊച്ചിന്റെ ഗ്യാസ് കിട്ടും. ഞാൻ അവർക്ക് വേണം കൊടുക്കാം. നമ്മളൊന്ന് മാറ്റി പരീക്ഷ നോക്കുവാണ്. ബാക്കി കുടിക്കുമോ ഇവളുടെ അടുപ്പിച്ചിരി പാടാണ്. പക്ഷെ അവളെ ഇപ്പൊ സുനിതയുടെ അടുത്ത് മാത്രമേ അവൾ ഓക്കെ ആവുള്ളൂ. ഉറക്കണമെങ്കിൽ സുനിത വേണം, പാല് കൊടുക്കാൻ സുനിത വേണം. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു വെച്ചാണ്. ഇപ്പൊ അമ്മേനെ മനസ്സിലായപ്പോ തൊട്ടാന്ന് തോന്നി അമ്മയില്ലാതെ പറ്റത്തില്ല. വിളിച്ചിട്ടുണ്ട് അമ്മയുടെ അടുത്ത് വന്നപ്പോ. ഇനി ഇവരെ കിടത്തി ഉറക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറുക്കുണ്ടാക്കാനുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇവരുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആ കുറുക്കിനുള്ള സംഭവമെല്ലാം റെഡിയായി മിക്സ് ചെയ്ത് കൊടുക്കാനും പറ്റും. എത്ര സുന്ദരി അവിടെ കുളി കഴിഞ്ഞാൽ കരച്ചിലേക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അവിടെ പോയി നോക്കാം. എസ്രക്കുട്ടി കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എസ്രക്കുട്ടിക്ക് ഇച്ചിരി പാമാമം കൊടുക്കാം. കഴിഞ്ഞിരിക്കാനുള്ള വാശിയാണ് ഇപ്പം. അമ്മ പാലെടുക്കുന്നുണ്ട് കേട്ടോ. അതേണ്ട എസ്രക്കുട്ടി മാമൻ കുടിച്ചാണ്. കുളിയൊക്കെ കഴിഞ്ഞ് എസ്രക്കുട്ടിക്ക് മാമ കൊടുത്തോണ്ടിരിക്കുകയാണ്. തന്നെ കുടിക്കുന്നതല്ല. പിടിച്ചു വേറൊരു സൂത്രം കാണിക്കാം കേട്ടോ ഗൈസ്. ഇവിടെ ഒരാളെ നോറക്കുട്ടി ഉറക്കുന്ന സീനാണ്. റൊണാൾഡോ ഓടുന്ന പോലെയാണ് ഇപ്പം നോറക്കുട്ടീനെ ഉറക്കാൻ നോക്കുന്നത്. നോറക്കുട്ടി എസ്രക്കുട്ടി പാല് കുടിക്കുമ്പോൾ സാമു സൈഡിൽ നിന്ന് പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കണ്ട, ക്യാമറ നോക്കണ്ട, പാല് കുടിച്ചു. ഞാൻ നിങ്ങളെ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇവർ ജനിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ബോട്ടിൽ ഫീഡ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണിത്. ഇതൊരു സ്റ്റെറിലൈസറാണ്. ഈ സ്റ്റെറിലൈസറിനകത്താണ് ഞങ്ങളിവർ പാല് കുടിച്ച് കഴിയുമ്പം ഇത് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇതിനൊരു ഏറ്റവും അടിയിലൊരു ബേസ് ഉണ്ട്. അവിടെ നമ്മൾ ബോട്ടിലിൽ ഒരളവുണ്ട്. ആ അളവിൽ നമ്മൾ വെള്ളം എടുത്ത് അടിയിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മളിതിൻ്റെ തൊട്ട് മേളിലുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബോട്ടിലുകൾ ഓരോന്നായി ഇങ്ങനെ കമഴ്ത്തി വെക്കും. അപ്പം നമുക്കിതിൽ നിന്ന് ഇങ്ങനെ ഓണാക്കുമ്പോൾ ഇതിൽ നിന്ന് ചൂട് നമ്മുടെ ഈ ബോട്ടിലിനകത്തോട്ട് ചെന്ന് ആവിയായിട്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ ഏറ്റവും മേളത്തെ പോർഷനിൽ നമ്മുടെ ഇതിൻ്റെ നിപ്പിളും അടപ്പും ഒക്കെ വെക്കുകയാണ്. ഇപ്പം നമ്മളിത് 3 ഉള്ളൂ. ഇനി എസ്രക്കുട്ടിയും കൂടെ കുടിച്ച് കഴിയുമ്പോൾ അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റും. ഇത് ഓൺ ചെയ്യുന്നത് വേറൊന്നുമില്ല. നമ്മൾ സ്വിച്ച് ഓണാക്കി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ ഇതിന് സ്റ്റെറിലൈസ് ആയിക്കോളും. നമ്മുടെ രാവിലത്തെ ഒരു വലിയൊരു ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 പേര് ഉറങ്ങിയിട്ടുണ്ട്. ഇത് 2 പേര് ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോഴും സാമു പാട്ടിലാണ്. സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. 8:30 കഴിഞ്ഞു. ഇതോടെ ഞങ്ങളുടെ കുളിപ്പീരും രാവിലത്തെ പാലൂടെയും
ഉറങ്ങേണ്ടവരൊക്കെ ഉറങ്ങിയിട്ടുമുണ്ട്. ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക, ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരായിട്ട് ഞങ്ങൾ ഒന്നെങ്കിൽ താഴോട്ട് പോകേണ്ടി ഇവിടെ പ്ലേപ്പന്നെ ഇട്ട് കളിപ്പിക്കും. ഇവിടെ വലിയ പാട്ടാണ്. നിർത്തല്ലേ ഗായകനാണ്, ഭാവിയിലെ ഗായകൻ. കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ 4 പേര് ഉറക്കിക്കിടത്തി ഉണർന്നിരിപ്പുണ്ട്. ഇപ്പം എന്താ നമ്മുടെ ഇവിടെ 4 പേരും ഭയങ്കര കളിയാട്ടത്. നോറക്കുട്ടി എൻ്റെ ഉടുപ്പെ പിടിച്ചിട്ട് കളിക്കുന്നു. സാമി എണീറ്റിരിക്കാനുള്ള ശ്രമത്തിലാണ്. നോക്കട്ടെ, ഒരു കാറ്റാടിയായിരുന്നു, അതിൻ്റെ കോലാണ് ഇപ്പോൾ അവസാനം. അതാണ് അവർക്ക് ഇഷ്ടം, അത് മതി അവർക്ക് കളിക്കാൻ. ഇത്രയും കളിപ്പാട്ട് ഒരു കോല്, ഒരു ബേസൺ, ഒരു സ്പൂണ്, ഇതൊക്കെ മതി ഇവർക്ക്. ഇതിനൊപ്പം നമ്മളിവരുടെ തുണി ഒരുപാട് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ അലക്കി ചേച്ചി അത് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ ചെറിയ സമയങ്ങളിൽ നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല അളവിൽ തുണികളുണ്ട്. നമ്മൾ ബേബീസിൻ്റെ കൊച്ചുടുപ്പുകളും വെള്ളത്തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് വിരിച്ചുകൊണ്ടിരിക്കുകയാണേ. കുറേ ഉണ്ട്. സാമു വെള്ളത്തുണി ഉടുക്കാൻ തുടങ്ങിയപ്പോൾ തുണിയുടെ അളവും ഉണ്ട്. ഗൈസ്, ഇപ്പം സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്ക് കുടിച്ചതാണ് 4 പേരും പാല്. എല്ലാവരും വിശന്ന് ഇപ്പം കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഇനി അവർക്കുള്ള ഫുഡ് റെഡിയാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഞാൻ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പം ചോറും ക്യാരറ്റും ബീൻസും മത്തങ്ങായും ഇത്രയും ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ അത്യാവശ്യം അടിച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. എന്നാൽ ഇനി ഇത് ആറാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവരിവിടെ വലിയ ബഹളമാവും. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ഇവർക്കൊരു ഗ്രൈൻഡറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിവിടുത്തെ ഫുഡ് ഇടുക. നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത നല്ല നാടൻ വെളിച്ചെണ്ണയുണ്ട്. അത് നമ്മൾ വളരെ കുറച്ചേ ഇത് ചേർക്കുള്ളൂ കേട്ടോ. 4 പേർക്കാണെങ്കിലും ഒരു തുള്ളി ചേർത്താൽ മതി. അത് തന്നെ ഭയങ്കര ഗുണം അതിന്. അപ്പോൾ നമ്മളത് ഗ്രൈൻഡർ ചേർത്ത് നമ്മളിത് കുറച്ച് ഇതൊന്ന് അടിച്ചെടുത്ത് നോക്കാം. നമുക്കെന്നാൽ അതിൻ്റെ തിക്നെസ് അറിയാൻ പറ്റുള്ളൂ. ഒത്തിരി ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ലാത്തൊരു പേസ്റ്റ് പരുവത്തിലാണ് ഇത് അടിച്ചെടുക്കുന്നത്. നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. നമ്മളിത് ഇവർക്ക് കൊടുക്കുന്നത് കുത്തരിച്ചോറാണ് കേട്ടോ. അതിലാണ് നമുക്ക് ഗുണങ്ങളെല്ലാം ഉണ്ടത്. അപ്പം നമ്മളത് കുത്തരിച്ചോറിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. കുറച്ച് നെയ്യ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യേ. ഒരുപാടില്ല, വളരെ കുറച്ച് മാത്രം. ബേബീസിന് ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ വെള്ളത്തിന് പകരം രാവിലെ നല്ല കഞ്ഞിവെള്ളമാണ് കൊടുക്കുന്നത്. ഈവനിങ് ടൈമിൽ ഞങ്ങൾ വെള്ളവും കൊടുക്കും. നമ്മുടെ കുഞ്ഞിപ്പിള്ളേരെല്ലാം ഫുഡെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാ വളരെ വിശന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാട്ടെ ഗൈസ്. നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ്. ഞങ്ങൾ ആദ്യം 3 പേർക്കാണ് കൊടുക്കുന്നത്. നിലവിൽ 3 പേരേ ഉള്ളൂ ഇവിടെ ഫുഡ് കൊടുക്കാൻ അവൈലബിള്. അപ്പം നമ്മുടെ എസ്രക്കുട്ടി മാത്രം വലിയ വഴക്കില്ലാത്തത് ഒരു കുപ്പി കൈ കൊടുത്ത ആളെ ഇവിടെ നിരത്തി കിടത്തേക്കുവാണ്. അവൾക്ക് കളിപ്പാട്ടമൊന്നും നല്ല ഇഷ്ടം. അവൾക്കൊരു കുപ്പി മതി. അവൾക്ക് കുറെ നേരം അത് വെച്ചിട്ട് കളിച്ചോളും. സാമു മൂക്കിലും കവളിലും ചുണ്ടിലും എല്ലാം ജ്യൂസാ. ഇത് നമ്മുടെ സാമു കുടിക്കുന്ന സാമു. അലമ്പിയാണെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. ഈ മുട്ടയാണ് നോഹ. പോലീസിനെ വിളിക്കാൻ പോവാ. വിളിച്ചു പോലീസേ, നോറുണ്ടല്ലോ, പഴക്കാണ്. പോലീസേ വരൂ. കണ്ടോ ഇങ്ങനെയാണ് നോറ. അവൾ അതിനേക്കാൾ വലിയ പോലീസാ.
എന്നാ അറസ്റ്റ് ചെയ്തേക്കാം. എണ്ണം തെറ്റിച്ചില്ലേ നോറ നീ? എത്രയായി നമ്മള്? 26 എന്നെ ചെയ്യണ്ടേ? എന്താ ഉദ്ദേശിക്കുന്ന മതിയായെന്നാണോ? നിർത്തട്ടെ. ഒത്തിരി വർത്താനം പറയാൻ നിൽക്കണ്ട. ലുല്ലപ്പി 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 വരുന്നുണ്ട് ജുമ്പ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് അത്രയും പോലും പിടിക്കത്തില്ല. നമ്മളുടെ കുട്ടിയും എന്തൊക്കെയാ കാണിച്ചൊന്ന് വെള്ളം കുടിപ്പിക്കുന്നതെന്നുള്ള അമ്മ ഒത്തിരി കുടിക്കടി. എന്നാ പൊന്നൂസേ? കുടിച്ചോ. സാമോടെ വെള്ളം തായോന്ന് പറഞ്ഞിരിപ്പുണ്ട്. അവൻ കൊടുക്കുവേ, നീ കുടിച്ചില്ലെങ്കിൽ അവന് കൊടുക്കേണ്ടി വരും. സാമത്തിന് കഞ്ഞിവെള്ളം കൊടുക്കണം. ഒട്ടും താല്പര്യമില്ല. സാമേ നമുക്ക് ഒരാൾ കൂടെ കൊടുക്കാനുണ്ട്. നമ്മുടെ എസ്രയ്ക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ എസ്ര കുട്ടിക്കാണ് കൊടുക്കുന്നത്. എസ്ര കുട്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, പാവം. ഇവിടെ ഒരാളെ ഞാൻ ഉറക്കാൻ വിട്ടതാണ്. ബാക്കി 3 പേരും ഉറങ്ങി. ഇവിടെ ഒരു കൊച്ചനുണ്ട്, അവൻ ഉറക്കാൻ വിട്ടപ്പം മൂത്രം ഒഴിച്ചു. ഇതിലും നല്ലത് പാമ്പറായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. ഇച്ചായം പോയി ഷർട്ട് മാറിക്കോ. നമുക്കും മാറാം. അമ്മ തുള്ളിക്കളിക്കാരൻ നമുക്ക് ഉടുപ്പ് മാറണ്ടേ? അയ്യോ, നമുക്ക് ഉടുപ്പൊക്കെ മാറ്റി നമുക്ക് ഉറങ്ങാം. ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ഇപ്പം ഇവർ 4 പേരും ഉറങ്ങും. ഇനി നമ്മളിവർ ഉണർന്നു കഴിയുമ്പോൾ നമുക്കിവരുടെ കളികൾ കാണാം. ഹായേസ് ഇപ്പോൾ ഉച്ചയ്ക്ക് 2:26 ഇതാ നീണ്ട ഉറക്കത്തിന് ശേഷം സാമര് എഴുന്നേറ്റിരിക്കുകയാണ്. ഞങ്ങൾ താഴത്ത് പോകുന്നിരിക്കുക, കാരണം ഞങ്ങളുടെ മുറിയിൽ ഒരു കട്ടിലൊരു സൈഡ് പിടിപ്പിക്കാനായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ താഴത്തേക്ക് പോകുന്നു. ചാച്ചൻ്റെ നമ്മുടെ മുറിയിലാണ് കിടക്കുന്നത്. അവിടെ പൊക്കത്ത് 3 കുഞ്ഞുങ്ങൾ അവർ ഉറക്കാണ്, അവർ എഴുന്നേറ്റിട്ടുണ്ട്. സമയം ഒരു 3:30 അടുക്കുന്നു. ഞാൻ മേലോട്ട് ചെല്ലുകയാണ്. കുട്ടികളൊക്കെ എന്തെടുക്കുവാണ്? എല്ലാവരും ഉറങ്ങിയോ? ആരൊക്കെ എഴുന്നേറ്റു? രണ്ട് പേരാണ് എഴുന്നേറ്റിരിക്കുന്നത്. സാം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്താ ഇപ്പോൾ നമ്മുടെ എസ്രക്കുട്ടിയും കൂടെ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ മുറിയിലൊരു പുതിയൊരു സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ടിലേന്ന് താഴെ പോയിരിക്കാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ബാക്കി 2 പേരും ഉറങ്ങുവാണെന്ന് തോന്നുന്നത്. അവരെന്തെടുക്കണം നോക്കാവേ. നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കത്തിലാണ്. റാഗി കൊടുത്താലോ? റാഗി എന്നാ ചെയ്യാം. ഇപ്പം റെഡിയാക്കിയാലേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റും. എന്നാ തുടങ്ങിക്കോ. ശാസ്ത്രപര ഫുട്ബോൾ കളിക്കാനാണോ സാമിനാണോ എസ്ത്രയ്ക്കാണോ? കടയിലെ തിരക്ക് കഴിഞ്ഞപ്പോൾ ചാൻസ് എന്താ പിള്ളേരെ കളിപ്പിക്കാൻ വന്നിട്ടുണ്ട്. എസ്ത്രക്കുട്ടിയെ കളിപ്പിക്കുന്നത്. അത് കണ്ട ഇവിടെ ഇരുന്ന് സാമ കളിച്ചിരിക്കുന്നു. 4:30 ആയിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങളുടെ കാപ്പൂരിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ബേബീസിന് വിശക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നത് റാഗി കുറുക്കാണ്. റാഗി കുറുക്കിന് നമുക്കറിയാം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റാഗി കുറുക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പം കൂടുതൽ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 8 മാസം കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു ആപ്പിൾ വേണം. ആപ്പിളിൻ്റെ തൊലിയൊക്കെ ചെത്തി ഞാൻ ഇപ്പം പുഴുങ്ങാൻ വെക്കും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ റാഗി കുറുക്കിയെടുക്കും. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കുറുക്ക് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ആപ്പിളിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. നമ്മുടെ ആപ്പിള് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റാഗിയുടെ പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് ഇത് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കും കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ബേബീസിന് ഈ കുറുക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ബദാമും കപ്പലണ്ടിയും. ഇത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ആപ്പിളും റാഗി കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളോട് ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും വൈകിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഇട്ട് അടിച്ചു ആയി റെഡിയായി. അത് ആപ്പിൾ കുറച്ച് വലുതാക്കി അരിഞ്ഞോണ്ടാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ ആപ്പിൾ ചെറുതാക്കി അരിയാൻ ആപ്പിൾ ഇതിനുള്ളിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്. നമ്മളൊന്ന് കുലുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും അടിച്ചു നോക്കാം. ഇതാ ഞങ്ങളുടെ നോക്കുട്ടൻ എനിക്ക് ആദ്യം വേണമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നു. ഡയറക്റ്റ് അടുക്കളയിലേക്ക് പോകുന്നു. കടിക്കാൻ പോകുന്നുണ്ട്. സ്നേഹം കൊടുക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കടിയൊക്കെ കൊടുക്കും കവിളേട്ട്. നോപ്പാ സുമാൻ്റെ ഒന്നും മൈൻഡ് ചെയ്യാതെ റീലും കണ്ട് ഒരു കയ്യിൽ കാപ്പി, ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ എന്താണ് സവോളോട മൾട്ടി ടാലന്ററാ. പ്രാർത്ഥിക്കുകയാണോ നോപ്പ? നമ്മളുണ്ടാക്കിയ കുറുക്ക് കൊടുക്കുവാണ് 3 പേർക്കും. എസ്ര ഭയങ്കര കരച്ചിലാണ്. എസ്രക്ക് എനിക്ക് തോന്നുന്നത് ആപ്പിളിന്റെ ചെറിയൊരു പുളി കുറച്ച് കൂടിയിട്ടുണ്ട് കുറുക്കിന്. അതങ്ങ് ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ലാന്ന് തോന്നുന്നു എസ്രക്ക്. പക്ഷെ ബാക്കി 2 പേരും വലിയ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. സാമാന്യ പാല് കൊടുക്കും. സാമാന്യ കൊടുക്കും. ജുംബാസം, അമ്മയുടെ ജുംബാസം അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് 7:30 കഴിഞ്ഞ് 8 മണി ആവാറായി. നമ്മളിവിടെ കുരിശ് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്ക ദിവസവും ഉണർന്നിരിക്കുന്നവരാരാണ് അവരെ കൊണ്ട് താഴെ വന്ന് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഇതേ നോറമണിയും നോപ്പനും ഉണർന്നിരിക്കുക. അപ്പോൾ നമുക്കിത് അവർ പ്രാർത്ഥന ചൊല്ലുന്ന കളികളൊക്കെ കാണാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴും ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സാമ് അവനെ എണീപ്പിച്ച് പാല് കുടിപ്പിക്കാൻ പോവാണ്. ഉണ്ട്. എസ്ര കുട്ടിക്ക് പാലെടുത്തിട്ടുണ്ട്. എസ്ര കുട്ടി ഇവിടെ 2 പേരും നിന്നാ ഇപ്പം പാല് കൊടുക്കുന്നു. എല്ലാവർക്കും ഇരിക്കുമ്പോൾ ഭയങ്കര പാടാണ്. നോക്കുട്ടാണെങ്കിൽ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞു. കരച്ചിലായിരുന്നു. എസ്രക്കുട്ടി ഭയങ്കര ഉറക്കത്തിലാണ്. ഇപ്പോഴും വായിക്കോട്ടൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഗ്രീൻ കളറിലെ കളിപ്പാട്ടം ഇല്ലാതെ ഞങ്ങൾ എങ്ങും പോവില്ല.
ഇവിടെ സായ ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഈ സമയം ഇപ്പോൾ 9:15 എല്ലാവരും നല്ല വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പൊക്കത്തുനിന്ന് വഴക്കടിച്ചപ്പോൾ താഴത്തേക്ക് പോകുന്ന ഉറക്കാനായിട്ട് കണ്ണും മേച്ചിരിക്കണുണ്ട്. എന്നാലും ഉണ്ടക്കുന്നു എല്ലാവരും ഉറങ്ങിയെന്ന് വിചാരിച്ച അമ്മ പാല് തന്നെ സമയത്ത് മിണ്ടത്തുള്ളൂ. കഴുകി വെക്കാൻ ഇവിടെ ഒരുക്കുന്ന ഉറക്കാണ്. ചേട്ടൻ അതിൻ്റെ കൂടെ കിടക്കുവാണ്. ഇപ്പോൾ സമയം 10 മണിയാവുന്നു. 4 പേർക്കും പാല് കൊടുത്ത് ഉറക്കി കിടത്തേക്കുവാണ്. സാമുറക്കമാണ്. ബാക്കി 3 പേരെയും അവിടെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ കിടക്കാൻ പോവാണ്. ഇനി ഇവരെ ഓരോരുത്തരും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഗ്യാപ്പിൽ എഴുന്നേക്കും. അപ്പം ഞങ്ങൾ പാല് കലക്കി കൊടുക്കും. പിന്നെ ഇങ്ങനൊരു ടൈമിങ്ങും ഒക്കെ വെച്ചിട്ട് വേണം ഒരു ദിവസം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ വലിയ പാടാണ് ഇവരെ ഒന്ന് മാനേജ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ വല്ല ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൊട്ടീനിലൊക്കെ തെറ്റ് വരും. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റി. കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും മിടുക്കരായിട്ട് ഇന്നത്തെ ദിവസം സഹകരിച്ചു കുട്ടികളും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.